ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു നമ്മുടെ യൂട്യൂബ് ചാനൽ. ഞാൻ സഞ്ചാരി. അപ്പോൾ ഇന്നെൻ്റെ കയ്യിലുള്ളൊരു വയർലെസ് മൈക്കാണ്. മേക്ക് കമ്പനിയുടെ ഒരു വയർലെസ് മൈക്കാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിലേക്ക് കിടക്കാം. എനിക്ക് വലുതായിട്ട് അറിയില്ല ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നും എങ്ങനെയൊക്കെയാണത് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. നമുക്ക് നേരെ അൺബോക്സിങ് ചെയ്ത് വീഡിയോയിലേക്ക് കിടക്കാം. വയർലെസ് മൈക്ക് ഒരു യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു ഐഫോൺ കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു കണക്റ്റർ. ഐഫോൺ കണക്ട് ചെയ്തിട്ട് ഇപ്പുറത്ത് ബാക്കിൽ സി ടൈപ്പാണ്. അത് കഴിഞ്ഞിട്ട് മൈക്കും അതിൻ്റെ റിസീവറും സെറ്റുള്ള ഒരു കേസ് കിട്ടുന്നുണ്ട്. ഇതെൻ്റെ കേബിളാണെന്ന് തോന്നുന്നു, ചാർജിങ് കേബിൾ. സി ടൈപ്പ് ചാർജിങ് കേബിളാണ്. നേരെ മൈക്ക് ഓപ്പൺ ആക്കാം. ഇതിലൊരു റിസീവറും പിന്നെ 2 മൈക്കാണ് കിട്ടുന്നത്. ഇതിൻ്റെ നമുക്ക് എത്ര ദൂരം ഇതിൻ്റെ മൈക്കിൻ്റെ കണക്ഷൻ കിട്ടുമെന്നുള്ളത് നോക്കാം. ഇതിൽ ഏതാണ്ട് 20 മീറ്റർ റേഞ്ചാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്ര മീറ്റർ കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്തുള്ളത്. ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ എങ്ങനെയാണുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇപ്പോൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ മൊബൈലിൽ നിന്നുള്ള മൈക്കിൻ്റെ സൗണ്ടാണ്. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്തിട്ട് കുറച്ച് ദൂരം പിറകിലോട്ട് പോയി നോക്കാം. എത്ര ദൂരം വരെ ഇതിൻ്റെ റേഞ്ച് നമുക്കിതിൽ കിട്ടുമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന മൈക്ക് സൗണ്ട് എൻ്റെ ഫോണിലെ സൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ മൈക്ക് ഇതിൻ്റെ കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം എൻ്റെ സൗണ്ട്. അതിനായിട്ട് ഈ റിസീവർ ഇതിൽ ഫോണിൽ കണക്ട് ചെയ്യുന്നിട്ട് നമ്മുടെ മൈക്കിൽ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഒരു 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കണം. പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഒരു ലൈറ്റ് ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അത് നമ്മളിത് കണക്ട് ചെയ്യാത്തതാണ്. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ അത് പച്ച ലൈറ്റായിട്ട് മാറുന്നതാണ്. അപ്പോൾ കണക്റ്റ് ആയെന്നാണ് ഇതിൻ്റെ അർത്ഥം. പച്ച LED കത്തുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സൗണ്ടല്ല, ഈ മൈക്കിൽ നിന്നുള്ള സൗണ്ടാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇതിനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 20 മീറ്ററാണ് കമ്പനി പറയുന്നത്. നമുക്ക് ഏതാണ്ട് കുറച്ച് ദൂരം ബാക്കിലോട്ട് പോയി നോക്കാം. എങ്ങനെയാണ് ഈ മൈക്കിൽ നിന്നുള്ള സൗണ്ട് കിട്ടുന്നതെന്ന് നോക്കാം. ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനായി നമുക്ക് നേരെ ബാക്കിലോട്ട് പോകാം. ഇപ്പം എങ്ങനെയാണ് സൗണ്ട് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള മൈക്ക് തന്നെയാണ്. ഇപ്പോഴും സൗണ്ട് കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഒരുപാട് ദൂരെ ഒരു 10-20 മീറ്ററോളം ബാക്കിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വയ്യ. ഞാൻ ഒരുപാട് ദൂരെ ബാക്കിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴും കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇതിലൊരു 3 മോഡുണ്ട് നോയിസ് ക്യാൻസലേഷൻ്റെ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പോൾ ആ നോയിസ് ക്യാൻസലേഷൻ മോഡ് നമുക്കൊന്ന് ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സൗണ്ടിൻ്റെ ക്വാളിറ്റി എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ഇതിൻ്റെ ഒരു നോയിസ് ക്യാൻസലേഷൻ നോക്കാം. അപ്പോൾ ഈ മൈക്കിൽ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ എങ്ങനെയാണെന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം നോർമൽ മോഡാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഇതിൽ സ്വിച്ചിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് മോഡ് ഓഫ് നോയിസ് ക്യാൻസലേഷൻ വരും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ടെസ്റ്റ് ചെയ്യാം. ഒറ്റ പ്രാവശ്യം ബ്ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മോഡ്. അടുത്ത സെക്കൻഡ് മോഡ് കാണിക്കാം. 2 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് സെക്കൻഡ് മോഡ് നോയിസ് ക്യാൻസലേഷൻ. അപ്പോൾ ഇതിലെങ്ങനെയാണ് സൗണ്ട് കേൾക്കുന്നതൊക്കെ മനസ്സിലാക്കാം. അപ്പം ബാക്കിൽ കൂളറിൻ്റെ സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ സൗണ്ടായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് ഇതിൽ കേൾക്കാൻ പറ്റുന്നത്.
അടുത്തത് മൂന്നാമത്തെ മോഡാണ്. അതിനുവേണ്ടി ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 പ്രാവശ്യം LED ബ്ലിങ്ക് ചെയ്ത്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് മോഡ് നോയ്സ് ക്യാൻസലേഷൻ്റെ. അപ്പോൾ ഇതിൽ നല്ല നോയ്സ് ക്യാൻസലേഷൻ നടക്കുന്നുണ്ടായിരിക്കും. എൻ്റെ സൗണ്ടായിരിക്കും നല്ലതുപോലെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഈ മൈക്കിൻ്റെ ഒരു ക്വാളിറ്റി. ഇത് ഏതാണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. 1000 രൂപയ്ക്ക്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. നല്ലൊരു മൈക്കാണ്. ഇപ്പോൾ ഈ മൈക്കിൽ കൂടെ കേൾക്കുന്ന സൗണ്ടാണ് ഇതിലിപ്പോൾ റെക്കോർഡാവുന്നത്. എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഇത് വിലയിരുത്താവുന്നതാണ് മൈക്കിൻ്റെ ക്വാളിറ്റി.